കേരളത്തിലെ തൊഴിലാളി സമൂഹത്തിന്റെ വിശ്വാസ്യതയും വളർച്ചയുമൊക്കെ തെളിയിക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ് വീണ്ടും കോഴിക്കോട്ട് സംഘടിപ്പിക്കുവാൻ സ്വതന്ത്ര തൊഴിലാളി യൂണിയന് കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനുള്ള ബാധ്യത തൊഴിലാളി യൂണിയനുകൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും STU ഇപ്പോഴും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. തൊഴിലാളികളെ ഉപയോഗിക്കല്ല, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല, അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാണ് കേട്ടോ. അതിനുവേണ്ടി കരുത്തു പകരാൻ ഇന്നത്തെ ഈ സമ്മേളനം കൊണ്ട് സാധിച്ചു എന്നിവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ തൊഴിലാളി സംഘടനത്തിൽ ഇതുപോലൊരു സുദിനമുണ്ടായിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെല്ലായിടത്തും മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് തൊഴിലാളികളാണ്. ആ മാറ്റം കേരളത്തിലുണ്ടാകും. അതുണ്ടാകുന്നതിന് നേതൃത്വം നൽകാൻ STU എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് സാധിക്കുമാറാകട്ടെ. ഈ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായി കാര്യമാത്ര പ്രസക്തമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളിൽ, തൊഴിലാളി താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം അത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണെന്ന് പറയും. നിങ്ങളുടെ റാലി പൂർണ്ണമായി കണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ പറയട്ടെ, അതിഗംഭീരമായിട്ടുള്ളൊരു റാലിയാണ് കോഴിക്കോട് നഗരത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സംഘടന ഇവിടെ നിലനിൽക്കണം, ഈ സംഘടന മുന്നോട്ട് പോകണം. അതിനുള്ള വലിയൊരു പ്രതിജ്ഞയാണ് ഈ സംസ്ഥാന സമ്മേളനം പുതുക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ സഹായമില്ലാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ ദുരിതം ഇവിടെ എപ്പോഴും നിലനിൽക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ രാജ്യം ഇന്ന് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു പിടിക്കാൻ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് അസംബ്ലി ഉണ്ട്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ട് എന്ന വിശ്വാസത്തിൽ ന്യായമായ കാര്യങ്ങൾക്കുള്ള പ്രക്ഷോഭങ്ങളുമായി ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.